നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ടെലഗ്രാമിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനുള്ള മെസ്സേജ് കണ്ട് വിവിധ ടാസ്കുകൾ ചെയ്യുന്നതിനായി പണം നിക്ഷേപിച്ചയാൾക്ക് 97,000 രൂപ നഷ്ടമായെന്ന് സൈബർ പോലീസ്. നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ നൽകാതെ ചതിക്കുകയായിരുന്നു. സമാന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കണ്ട് പണം നിക്ഷേപിച്ചയാൾക്കും 10,000 രൂപ നഷ്ടമായെന്നും കണ്ണൂർ സൈബർ പോലീസ് അറിയിച്ചു. ചതി മനസ്സിലാവുമ്പോഴാണ് പലരും പോലീസിൽ പരാതിയുമായി എത്തുക. സൈബർ തട്ടിപ്പിനെ പറ്റി നിരന്തരം വാർത്തകൾ വന്നിട്ടും എങ്ങനെയും ലാഭം ഉണ്ടാക്കാനുള്ള ആർത്തിക്കിടയിൽ ഇതൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. തുടക്കത്തിൽ ലാഭത്തോടുകൂടി പണം തിരികെ ലഭിക്കുമെങ്കിലും പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് പല കാരണങ്ങൾ പറഞ്ഞ് പണം നൽകാതിരിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതിയെന്ന് പോലീസ് പറയുന്നു. പാർട്ട് ടൈം ജോലി എന്ന പേരിൽ തുടക്കത്തിൽ നൽകിയ പണം ലാഭത്തോടുകൂടി തിരികെ ലഭിക്കുന്നതുകൊണ്ട് പലരും ഇതിൽ വിശ്വസിച്ച് തട്ടിപ്പുകാർ ചോദിക്കുന്ന പണം നൽകുന്നു. പിന്നീട് ഒരു നല്ല തുക തട്ടിപ്പുകാരുടെ കൈകളിലെത്തി പണം തിരികെ ലഭിക്കാതാകുമ്പോഴാണ് പലർക്കും ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് പണം നഷ്ടമായിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് പറയുന്നു. കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ പൂർണ്ണമായും നിരസിക്കണമെന്നും പോലീസ് അറിയിച്ചു. വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പണം കൈമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഓൺലൈൻ തട്ടിപ്പിൽ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്നും അറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.